ഹലോ ഗൈസ്, ആര്യനെ ജിസേലിൻ്റെ അമ്മ മൈൻഡ് ചെയ്യാതെ ഇരുന്നത് ശുദ്ധ തെമ്മാടിത്തരമായിപ്പോയി എന്നതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ വിഷയം. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. എല്ലാവരും ഇങ്ങനെ പൊക്കി വിടുന്നുണ്ട്, ജിസേലിൻ്റെ അമ്മ അടിപൊളിയാണ്, എന്താ ഒരു സംസാരിക്കണുണ്ടില്ല ജിസേലിനോട്. സംഗതി ശരിയാണ്, അമ്മയും മകളല്ലേ, അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം? അല്ലേ, എന്തപ്പോൾ അതിൽ അത്ഭുതമുള്ളത്? അവിടെ ഒരു പട്ടിയുടെ വിലയും കൂടിയും കിട്ടാണ്ട് തെണ്ടി തിരിഞ്ഞ് കിടന്ന ഒരുത്തുണ്ടായിരുന്നു അവിടെ. ഏത്? ജിസേലിൻ്റെ അമ്മ അവിടെ വന്നപ്പോൾ അവരുടെ മുന്നിൽ കൂടെ ആര്യൻ. പലരും പറഞ്ഞു ആര്യനെ അവർ മൈൻഡ് ചെയ്യാണ്ടിരുന്നു, നന്നായി, അവൻ അങ്ങനെ തന്നെ വേണം. ജിസേലിൻ്റെ പിറകെയായിരുന്നു, ജിസേലിൻ്റെ പാവാടവള്ളിയായിരുന്നു, അല്ലെങ്കിൽ ജിസേലിൻ്റെ സാരിത്തുമ്പായിരുന്നു എന്നൊക്കെ. ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഒന്നാമത്തെ കാര്യം ഇത് ആര്യന് ഇത് എന്തിൻ്റെ കേടാണ്? അവൻ്റെ ഒരു മര്യാദയും കൊണ്ടാണ് ജിസേലിൻ്റെ അമ്മേനെ മൈൻഡ് ചെയ്യും, ആ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടൊക്കെ. പക്ഷെ അവനിത് എന്താ തിരിച്ചു കിട്ടിയത്? നെഗ്ലക്റ്റ്, അവഗണന, അല്ലേ? അവൻ, നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, അവൻ ജിസേലിൻ്റെ അമ്മ കയറി വരുന്ന സമയത്ത് തന്നെ അവൻ ഇഗ്നോർ ചെയ്തു. അതൊന്ന് ആ പൊട്ടൻ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്താ അവസ്ഥ എന്ന്. പക്ഷെ എന്നാലും വേറെ കാര്യമുണ്ട്, അപ്പോൾ അത് ആ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും ഒരു പക്ഷേ അവരുടെ അടുത്ത് വന്നിരുന്നത്. നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും അവിടെ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കണ്ടായിരുന്നു, ജിസേലിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പുറത്തൊക്കെ ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ ആര്യനും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ആര്യനെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ബാക്കി പലരെയൊക്കെ പേരൊക്കെ എടുത്ത് വിളിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചായിരുന്നു ജിസേലിൻ്റെ അമ്മ. ആര്യനെ മാത്രം അവഗണിച്ചു. വൈ? എന്തുകൊണ്ടായിരിക്കും? അതായത് സ്വന്തം മകളായ ജിസേലിനെ മറ്റവൻ കോംബോ പിടിച്ച് എന്താ പറയുക, അവളുടെ ഗെയിം നശിപ്പിക്കുകയാണെന്നോ, അല്ലെങ്കിൽ അവളെ സെഡ്യൂസ് ചെയ്യുകയാണെന്നോ, അല്ലെങ്കിൽ അവളുടെ ബിഗ് ബോസ് ഭാവിക്ക്, അല്ലെങ്കിൽ അവളുടെ മൊത്തം ഭാവിക്ക് ആര്യനൊരു ഭീഷണിയാവും, പ്രശ്നമാവും, അവളെ നശിപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഗൈസ്. ആണെങ്കിൽ പരമ ബോറാണ് അങ്ങനെ ഒരു ചിന്തി, അങ്ങനെ ഒരു ഇടപെടലും. സംഗതി എന്താ അറിയോ? ഒരാണും പെണ്ണുള്ള റിലേഷൻഷിപ്പിൽ ഒന്നാമത്തെ കാര്യം ചോദിക്കുക, ആര്യനോട് പ്രായം കുറവാണ്, ജിസേലിന് പ്രായം കുറച്ച് കൂടുതലാണ്. ഞാൻ പ്രായം ഇവിടെ ഒരു ഫാക്ടറായിട്ട് പറയുന്നതല്ല, എക്സ്പീരിയൻസ് കൂടുതലാവും അല്ലേ ആർക്ക്? ജിസേലിന്. ബിഗ് ബോസിൽ ഓൾറെഡി വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ജിസേൽ. ബിഗ് ബോസ് ഹിന്ദിയിൽ വന്നിട്ടുള്ള ഒരാളാണല്ലോ. അപ്പം മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിൽ ഗെയിം കളിക്കണ ഒരുത്തനാണ് ആര്യൻ ആ ജിസേലിന് വേണ്ടി എത്ര അവൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനും കൂടെയുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യനെ ജിസേൽ ഉപയോഗിക്കുകയാണ്, അവളുടെ ഡ്രസ്സ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്, ഗെയിം കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവനെ ഉപയോഗിക്കുകയാണെന്നൊക്കെ. അപ്പോഴും ഇവൻ ജിസേലിനെ ഡിഫെൻഡ് ചെയ്തവൻ പൊട്ടൻ. ഇപ്പം അനുഭവിച്ചു, അതിന് പട്ടിയുടെ വില കൂടി കിട്ടിയില്ല. അങ്ങനെ തന്നെ വേണം കണക്ക്. ഇത് എന്താ പറയുക, എപ്പോഴും ഒരു വിക്ടിം കാർഡ് എന്ന രീതിയിൽ പെണ്ണിൻ്റെ ഭാഗത്തല്ലായിരുന്നു നിൽക്കുക. പെണ്ണ് വേറൊരാൾ ചേർത്ത് പിടിച്ചാലും ആണ് ഒരാൾ ചേർത്ത് പിടിച്ചാലും പെണ്ണിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ആണിനെ മാത്രം മോശക്കാരനാക്കും. ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അപ്പോൾ ബിഗ് ബോസിനും അതേ സംഭവമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറ്റക്കാരനാരായി? മോശക്കാരനായി ആര്യൻ. ജിസേൽ എല്ലാം തികഞ്ഞ ആൾ അല്ലേ? എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് കേട്ടോ ജിസേൽ. എന്നാലും എനിക്ക് ഈ ഒരു സംഗതി എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. പാവം ആര്യൻ ആ ചെക്കൻ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയുന്നത് കേട്ടില്ലേ? എനിക്കെന്തുപോലെ തോന്നുന്നു ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ സംഗതിയൊക്കെ. എന്താ കാണിക്കുന്നത്? മന്ദൻ. അവൻ അങ്ങനെ തന്നെ വേണം. ഇനിയെങ്കിലും അവൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ. എന്തിനാണ് ഇപ്പോൾ ഒരാളുടെ സാരിത്തുമ്പെ പിടിച്ച് അല്ലെങ്കിൽ ഒരാളോട് കോംബോ കളിച്ചിട്ട് അങ്ങനെ കണ്ട കാര്യം? അവൻ സംഭവിച്ച് അവൻ സ്വാഭാവികമായിട്ട് സ്നേഹം തോന്നിയത്, ഒരു കോംബോ ആയിട്ട് തോന്നിയതൊക്കെ ജിസേലിനെ ആയിരിക്കും. അവൻ അതിനുവേണ്ടി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊരു കാര്യം പറഞ്ഞിട്ട് കണ്ടോ, അപ്പോൾ ഫാമിലി വന്ന സമയത്ത് ഇവൻ ഔട്ട്സൈഡറായി, ഇവൻ പുറത്തേക്ക്. ബാക്കിയുള്ള എല്ലാവർക്കും ഇവനേക്കാൾ വിലയുണ്ട് ജിസേലിൻ്റെ അമ്മയുടെ കണ്ണിൽ. ഇവന് മാത്രം വിലയില്ല, ഇവനൊരു പട്ടിയുടെ വിലയും കൂടി, ഒരു ചോക്ലി പട്ടിയുടെ ജാവാലി പട്ടിയുടെ വിലയും കൂടി ഇവനില്ല. ഇതാണ് സംഗതി. അപ്പോൾ അവരെന്താ വെച്ചാൽ അവരുടെ മൈൻഡിൽ എന്തായിരിക്കും? ജിസേൽ ഒറ്റയ്ക്ക് കളിക്കട്ടെ, അവനൊരു അധിക പറ്റാണ്, അല്ലെങ്കിൽ അവൻ ഒരു ഇത്തിൽ കണ്ണിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, പാരസൈറ്റാണെന്നൊക്കെ. അങ്ങനെയായിരിക്കും അല്ലേ കാണണത്? എന്തായാലും ഇതിന്ന് അവൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അവനിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ അല്ലേ? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, നമ്മളൊക്കെ ഔട്ട്സൈഡേഴ്സാണ്. എനിക്ക് ഇത് പറയുമ്പോഴേ വേറെ സംഭവം, നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫാമിലിയുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്കൊന്നും ചിലപ്പോൾ ഒരു വില ഉണ്ടാവില്ല, അവരൊക്കെ ഒരു ടീം, നമ്മൾ ഔട്ട്സൈഡറാവും. അങ്ങനെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആൾക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആവും. എനിക്ക് ഇതേപോലെ ഒരു പുരുഷ സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഗേ എന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല പറയണത്. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ PT മീറ്റിങ്ങിനൊക്കെ വരുന്ന സമയത്ത് അവർ ഒരുമിച്ചിട്ട് നമുക്കൊരു വിലയില്ലാത്ത മാതിരി. അപ്പോൾ എനിക്കത് ഒരുപാട് വിഷമമായി. ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ കാര്യമൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, പാവം. ഞാൻ സ്നേഹം കൊണ്ടാണ് അവനെ മന്ദൻ എന്നൊക്കെ വിളിച്ചിട്ടോ, അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെ തന്നെ വലുപ്പമുണ്ട്. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ
സ്കൂളിലൊക്കെ പഠിക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ നമുക്കത് പലപ്പോഴും മനസ്സിലാവും. നമുക്കെന്താ വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടും നമ്മൾ ആരൊക്കെയാണ് അവർ ലൈഫിൽ നിന്നൊക്കെ വിചാരിച്ച് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്തിട്ടും തിരിച്ച് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല രീതിയിലൊക്കെ വിട്ട് ഈ ഫാമിലി വീട്ടിൽ മീറ്റിങ്ങിന് വരികയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളെവിടെ മത്സരങ്ങൾക്ക് പോകുമ്പോൾ അവർ കൂടെ വരികയൊക്കെ ചെയ്യൂലേ. അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരവരെ മക്കളെ മാത്രം അടിപൊളിയൊക്കെ നമ്മളെയൊന്നും കെയർ ചെയ്യുക പോലും ഇല്ല, നമ്മളെ ശ്രദ്ധിക്കില്ല. നമ്മളൊരു പട്ടിയെ പോലെ അവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കഴിവുകേടാണത്. നമ്മൾ തിരിച്ച് ആ ലെവലിൽ നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വന്നു ഗൈസ്. ആര്യനോടൊപ്പം ആര്യൻ്റെ അമ്മ വന്നിട്ട് കണ്ടോ, അതാണ് കാര്യം. ആര്യൻ്റെ അമ്മ വന്നിട്ട് കണ്ടോ, മറ്റേ ആദിലെ നൂറേനെ അവർ രണ്ടുപേരും ചേർത്ത് പിടിച്ചിട്ട് ഇവർ ദത്തെടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചൊക്കെ ശ്രദ്ധിച്ച കേസുകൾ എനിക്കെന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നി കേസ്. ഒരു പക്ഷേ അത് ആര്യന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആര്യൻ്റെ അമ്മ കളിച്ചൊരു ഗെയിമായിരിക്കാം അത്. കാരണം ഇവരൊക്കെ കോമൺ സെൻസ് ഉള്ള ആളുകളാണല്ലോ. ആര്യന് ഒരു 10 വോട്ടെങ്കിൽ 10 വോട്ട് അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ. എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. ആര്യൻ ഇതോടെയെങ്കിലും നന്നാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിസയിൽ തലേ ദിവസം ആര്യനായിട്ട് ചെറിയൊരു ഉടക്കം കൂടി ഉണ്ടായിരുന്നു അല്ലേ. സൗന്ദര്യ പണക്കായിരിക്കും അത്, മറ്റേ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ട്. ഓർമ്മയില്ല നിങ്ങൾക്ക്, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ അങ്ങനെ പറഞ്ഞ് തീർത്തിട്ടില്ല തോന്നുന്നു, ആ വിഷയം സെറ്റായിട്ടില്ല തോന്നുന്നു. അപ്പോൾ ആര്യന് എന്താണോ പറയാനുള്ളത് കേൾക്കാനുള്ളതൊന്നും പറയാനുള്ളതൊന്നും കേൾക്കാൻ കൂടി ശ്രമിക്കാത്ത ഒരാളാണ് ജിസേൽ. ആ ജിസേലിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവർ തമ്മിലുള്ള ആ പിണക്കം മാറാൻ ഈ ഒരു സംഗതി കാരണമാകും തോന്നുന്നു. എന്ന് വെച്ചാൽ എൻ്റെ പോയിൻ്റ് ഇങ്ങനെയാണ്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് തീർത്തില്ലല്ലോ ഇന്നലെ ഉണ്ടായിട്ടുള്ള കാര്യം. ബാത്റൂമിൻ്റെ അവിടെ നിന്നുള്ള സീൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നീ അവളുടെ കൂടെ കുടിക്കുക, ലക്ഷ്മിയുടെ കൂടെ, നീ എന്തിനോട് സംസാരിക്കാൻ വരുന്നതെന്നൊക്കെയാണ് ആര് പറഞ്ഞത്, നമ്മുടെ ജിസയിൽ പറഞ്ഞ ആര്യമാണ്. അപ്പോൾ ആര്യ എന്നിട്ട് വാട്ട് ആർ യു സേയിങ് ജിസയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അല്ലേ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ അവനെ കെയർ ചെയ്യണില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഒരു പെയിന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇവർ കൂടുതൽ അടുക്കാൻ ഒരു കാരണമായേക്കാം ഇത്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു റൂട്ട്, മനസ്സിലാവുന്നുണ്ട്. ഒരു കൂടുതൽ കമ്പനി ആവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവർ ഇതിന് ശരിക്കും പ്രേമത്തിലാവാനും സാധ്യതയൊക്കെ ഉണ്ട്. എന്തുവേണമെങ്കിൽ സംഭവിച്ചിട്ട് അത് നമ്മുടെ വിഷയമല്ല. അവിടെ എന്ത് സംഭവിച്ചില്ല നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ആര്യൻ്റെ പെയിൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. എന്തായാലും ജിസയിൽ എന്തായാലും നമ്മളെ ചോദിച്ചു അമ്മ എന്താണ് ആര്യനെ മൈൻഡ് ചെയ്യാത്തതെന്നല്ലേ. അതെനിക്കിഷ്ടമായി. അവളങ്ങനെ ചോദിച്ചല്ലോ. അപ്പോൾ അവൾ കെയർ ചെയ്യുന്നുണ്ട് ആര്യനെ അല്ലേ. എന്തൊരു അടിപൊളി, നന്നാവട്ടെ. എന്നെ സംബന്ധിച്ചോളം ആര്യനും ജിസയിലും അവിടെ ജെനുവിനായിട്ടുള്ള ഒരു കോംബോ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഫേക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ അവസ്ഥ എന്നായിരിക്കും അറിയില്ല. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജിസേലിൻ്റെ അമ്മ ആര്യനെ മൈൻഡ് ചെയ്യാതിരുന്നത് തോന്നിവാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എന്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അഭിപ്രായം ഒന്ന് പറ്റണമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.